കോഴിക്കോട് എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഡിപ്പോയിലെ ഡീസൽ ചോർച്ച പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് പ്രദേശവാസികൾ. സ്ഥാപനം പ്രദേശത്ത് നിന്ന് മാറ്റണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് സംഭവസ്ഥലത്ത് നിന്ന് എലത്തൂരിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില, ഇപ്പോഴും ഈ ഡീസൽ അവിടെ ഓവിച്ചാലിൽ ഒഴുകുന്ന സാഹചര്യമുണ്ടെന്നാണല്ലോ പ്രദേശവാസികൾ പറയുന്നത്. മിഥില, തീർച്ചയായും ഉന്മേഷ്, അതേ സാഹചര്യം തന്നെയാണുള്ളത്. നമുക്കിപ്പോൾ ഈ ഒരു ദൃശ്യങ്ങളിലേക്ക് പോവാം. ഈ ഒരു ഓവുചാലാണ്. ഈ ഓവുചാലിൽ രാജേഷിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ തന്നെ കാണാൻ പറ്റും. ഈ ഒരു ഇന്ധനം അലിച്ചിറങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ഇതുതന്നെയാണ് പ്രദേശവാസികൾ ഒരു ആശങ്കയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതും. ഇന്നലെ വൈകിട്ട് 3:30 ആണ് ഈ ഒരു സംഭവം ഉണ്ടായത്. 3:30 സംഭവം ഉണ്ടായി. അതിനുശേഷം ഇപ്പോഴും ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇവിടെ ഇന്നലെ 3:30 മുതൽ ഇവിടെയുള്ള ഈ സ്ഥലത്തെ ഒരു ചേട്ടൻ എനിക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതിന്റെ സൂചന തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ. പരിഹരിക്കപ്പെട്ടില്ല. നിങ്ങളിപ്പോൾ കാണാനല്ലേ ഡീസൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 1000കണക്കിന് ലിറ്റർ ഡീസലാണ് വരുന്നത് കൊണ്ടുപോയത്. ഞങ്ങൾ ഇന്നലെ പ്രശ്നം ഉണ്ടാക്കി ബാരലുകളൊക്കെ തടഞ്ഞു വെച്ചതിന് ശേഷം ഡെപ്യൂട്ടി കളക്ടർ വന്ന് നമ്മൾ സംസാരിച്ചതാണ്. മാനേജറായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെട്ടെന്നാണ് പറഞ്ഞത്. പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇനി HPക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ കളക്ടർ ബന്ധപ്പെട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ ഞങ്ങൾ പോകുന്നവർ 12 ബാരൽ ഏകദേശം 2500 ലിറ്ററോളം അവർ കൊണ്ടുപോയിട്ടില്ല. ഞങ്ങളെ തടഞ്ഞു വെച്ച പിന്നെ ഡെപ്യൂട്ടി കളക്ടർ വന്നതിന് ശേഷം വിട്ടുകൊടുത്തതാണ്. ആ 12 ബാരൽ കഴിഞ്ഞ് ഞങ്ങളൊക്കെ പോയി കിടന്നുറങ്ങിയതിന് ശേഷം അവിടെ ഒരു മോട്ടർ നിങ്ങൾക്ക് കാണാം. അതിനുശേഷമാണ് ആ മോട്ടർ കൊണ്ടുവച്ചത്. ആ മോട്ടർ കൊണ്ടുവച്ചിട്ട് ഒരു 150 ബാരലോളം ഇവിടുന്ന് കൊണ്ടുപോയി നാട്ടുകാരെ പറയുന്നത്. ഇന്ന് രാവിലെ 6:30 വരെ അവർ ഇങ്ങനെ കടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ നേരം വെളുത്ത നാട്ടുകാരൊക്കെ ഒതുങ്ങി വരാൻ തുടങ്ങിയപ്പോൾ അവർ ആ പരിപാടി നിർത്തിയതാണ്. ഇപ്പോഴും ഇതിങ്ങനെ ഡീസൽ ഇതിൽ വെള്ളത്തിൻ്റെ അംശമില്ല, ക്ലിയർ ഡീസലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു തീപിടുത്തുണ്ടല്ലോ, ആരെങ്കിലും ഒരു സിഗരറ്റ് കുറ്റിയെങ്കിലും ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം വമ്പൻ തീപിടുത്തുണ്ടാവും. വളരെ ഗുരുതരമായ സാഹചര്യം ഉണ്ടാവുക. നിങ്ങളിത് ഈ ഒരു സ്ഥാപനം ഇവിടെ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഇതിനകം തന്നെ ഒരുപാട് സമരത്തിലായിരുന്നു നിങ്ങൾ. അതെ, ഞങ്ങൾ ഈ സ്ഥാപനം വന്നിട്ട് 35 വർഷക്കാലമായിട്ട് ഞങ്ങൾ സമരത്തിൽ നിരവധി സമര സമിതികൾ ജനകീയ കമ്മിറ്റികൾ ഉപയോഗിച്ച് സമരത്തിലാണ്. അവസാനം ഇവർ നമ്മളോട് പറഞ്ഞു ഇവർ കണ്ണൂരേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഈ ഒരു കൺജസ്റ്റഡ് ഏരിയ ആണ്. 5 മിനിറ്റ് പടിഞ്ഞാറോടുന്ന കടലും 5 മിനിറ്റ് കിഴക്കോട്ടിടുന്ന പൊഴി. ഈ ഒരു പ്രദേശത്ത് 1000കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ജീവിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കുടിവെള്ള സ്രോതസ്സൊക്കെ എന്താണ്? അപ്പം കുടിവെള്ള സ്രോതസ്സിന്റെ പ്രശ്നം, ഇവരെ ഈ ചുറ്റുവട്ടത്ത് കുടിവെള്ളം കിണർ കുഴിച്ചാൽ ഡീസലേ വരുള്ളൂ കിണറിൽ. അതുകൊണ്ട് തന്നെ അത്രയും പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ട് ഇവിടെ കിണർ കുഴിക്കാൻ കഴിയില്ല. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഡ്രൈനേജ് നേരെ പോകുന്ന റോഡ് ക്രോസ് ചെയ്ത് പുഴ വഴി കടലിലെത്താണ്. അവിടെ കല്ലുമായി കൃഷി ചെയ്യുന്നവരുണ്ട്, മത്സ്യകൃഷി ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നശിച്ചുപോയി. മത്സ്യങ്ങൾ ചത്തു പൊങ്ങാൻ തുടങ്ങും. പുഴയിലൊക്കെ മത്സ്യങ്ങൾ ചത്തു പൊങ്ങാൻ തുടങ്ങും. അതിലപ്പുറം നമ്മുടെ പ്രദേശത്തെ കുട്ടികൾക്ക് കുറേ കുട്ടികൾ ഛർദിയും തലവേദനയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സാഹചര്യം വന്നു. ഇതിന്റെ ഒക്കെ ഡേഞ്ചർ. ഇതിനിപ്പോൾ ഒരു തീപിടുത്തണ്ട. ഇതിൽ വെള്ളത്തിന്റെ അംശമില്ല. നിങ്ങൾ ആ കുപ്പി നോക്കിയാൽ മതി, അതിൽ വെള്ളത്തിന്റെ അംശമില്ല. സാധാരണ മുമ്പൊക്കെ ഇത്തിരി എന്തെങ്കിലും ഇതുപോലെ പുറത്തേക്ക് വരുമ്പോൾ അവർ പറയും ഞങ്ങൾ ക്ലീനിങ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണെന്ന് അറിയാം. അപ്പം 3/4 ഭാഗം കുപ്പിയിലെ 3/4 ഭാഗം വെള്ളം 1/4 ഭാഗം ഡീസലും ഉണ്ടാവുക. ഇതങ്ങനെയല്ല. ഓടയിൽ നിന്ന് ഇത് മാറ്റാൻ വേണ്ടി ഒരു പഞ്ഞി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഏറ്റവും പരിഹാസ്യമാണ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ പോലൊരു സ്ഥാപനത്തിന് ഇതുപോലെ ഒരു ക്രൈസിസ്, ഇതുപോലെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനുള്ള സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കോട്ടൺ പീസുകൾ മാത്രമേ ഉള്ളൂ. ഈ പഞ്ഞിക്കട്ടകളെ വിശ്വസിച്ചാണ് നാട്ടിലെ ജനങ്ങൾ ജീവിക്കേണ്ടത്. അതാണ് അധികാരികൾ ഉത്തരം പറയേണ്ടത്. ജില്ലാ കളക്ടർ ഇടപെട്ട് അടിയന്തരമായിട്ട് സ്റ്റോപ്പ് അമ്മ കൊടുക്കണം. അതെ, തീർച്ചയായും ഇതാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. അവരുടെ ആശങ്ക അകറ്റണം. ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ ഇടപെടണം. ഇന്ന് പരിശോധനയുണ്ട്. ഈ ഒരു പരിശോധന ആണ് എന്തായിരിക്കും ഇത്തരം ഒരു ഇന്ധന ചോർച്ചയ്ക്ക് കാരണം എന്നതിന്റെ ഒരു കൃത്യമായ ഒരു വിവരം ആ ഒരു പരിശോധനയിൽ നിന്ന് മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഉന്മേഷ്, 10 മണിക്ക് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടക്കുക. ഒറ്റൊരു കാര്യം കൂടി, ഇത്തരത്തിലുള്ള കുപ്പിയിൽ ഇന്ന് രാവിലെ മുതൽ നാട്ടുകാർ ഇവിടെ എത്തി ഇത്തരത്തിലുള്ള ഒരു കുപ്പിയിൽ ഇന്ധനം ശേഖരിക്കുകയാണ് ഇവിടെ നിന്നും. ഉന്മേഷ്, ശരി മിഥില, ഇപ്പോഴും അവിടെ ഇന്ധന ചോർച്ച അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്.